ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന കുറച്ച് പോഷ് വില്ലകളാണ്. വളരെ പോഷ് ആയിട്ട് ചെയ്തിരിക്കുന്ന വില്ലകളാണ്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലത്താണ്. കിഴക്കമ്പലം പോഞ്ഞാശ്ശേരി റൂട്ടിനടുത്തായിട്ടാണ്. പോഞ്ഞാശ്ശേരി ഹൈവേ ആണ്, നിങ്ങൾക്ക് അറിയാം. അവിടെ നിന്ന് വെറും 150 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ്, അത് നല്ല വീതിയുള്ള ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ കാണുന്ന വില്ലകൾ സ്ഥിതി ചെയ്യുന്നത്. ഗേറ്റഡ് വില്ലകളാണ്. ഒരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്താണ് ഈ കാണുന്ന വില്ലകൾ വരുന്നത്. ഹാർവെസ്റ്റ് ബിൽഡേഴ്സ് തന്നെയാണ്, ഹാർവെസ്റ്റ് ഹോംസ് ആണ് ഇതിന്റെ ബിൽഡർ ആയിട്ട് വരുന്നത്. അവരുടെ ഒരു പ്രൊജക്ട് ആണ്. നമുക്ക് ഇതിനകത്ത് 3ഓളം വില്ലകളാണ് സെയിലിനായിട്ടുള്ളത്. റോഡ് കണ്ടു, ബാക്കിയുള്ള സൗകര്യങ്ങൾ നിങ്ങൾ കണ്ടു, പുറത്തുനിന്നുള്ള ഒരു ലുക്കൊക്കെ കണ്ടു. വലിയൊരു ഗേറ്റഡ് കോമ്പൗണ്ടിനകത്ത് ഭംഗിയുള്ള ഡിസൈനിൽ മതിലൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു വില്ലകൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിനകത്ത് 3 വില്ലകളാണ് സെയിലിനായിട്ടുള്ളത്. അതിനകത്തുള്ള ഒരു വില്ലയുടെ വിശേഷങ്ങളാണ് ഇത് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത്. നമുക്ക് 6ഓളം കാറുകൾ ഈ ഒരു വില്ലക്കകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഹോം തിയേറ്റർ ഉണ്ട്. നമ്മൾ എടുത്തു പറയാനായിട്ടുള്ളത് ആറ്റിക് സ്പേസ് ഉണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് നിങ്ങളെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു വില്ലയാണ് ഹാർവസ്റ്റ് ഹോംസ് എന്ന് നിങ്ങൾക്കായിട്ട് മാർബിൾ ഹോംസിലൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കൊരു മെയിൻ കോമൺ ആയിട്ടുള്ള ഗേറ്റ് ഉണ്ട്. ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ വരുമ്പോൾ വലിയ റോഡ് തന്നെയാണ്. 2 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഉണ്ട്. ഭംഗിയായിട്ടുള്ള ഇന്റർലോക്കിംഗ് ടൈലുകളൊക്കെയാണ് ഈ കാണുന്ന വഴികളിലെല്ലാം തന്നെ വിരിച്ചിരിക്കുന്നത്. ഈ ഒരു വീടാണ് ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത്. മതിൽ നോക്കിക്കോളൂ, ഭംഗിയായിട്ട് ഫ്രണ്ടിലുള്ള ഡിസൈൻ നിങ്ങൾ കണ്ടു. ഈ ഒരു സൈഡിലേക്ക് വരുമ്പോഴൊക്കെ നമുക്ക് മതിലിനകത്ത് നോക്കുവാണെങ്കിൽ ആ ഭംഗിയായിട്ടുള്ള അയൺ ബാറുകളൊക്കെ ഇട്ടിട്ട് ഭംഗിയായ ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലും ഓപ്പോസിറ്റ് സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. എലിവേഷൻ നോക്കിക്കോളൂ, നല്ല നീണ്ട് നിവർന്ന് പരന്ന് നമ്മുടെ മനസ്സിലൊക്കെയുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എലിവേഷൻ ആണ് വീടിന് കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ്. ക്ലാഡിംഗ് സ്റ്റോൺസ് വരുന്നുണ്ട്. മുകളിലുള്ള ഭാഗങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മാറ്റിക് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ റൂഫിംഗ് ചെയ്ത് ഭംഗിയായിട്ടുള്ള ആഷ് കളർ പെയിന്റുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 7.5 സെന്റ് ആണ് ലാൻഡ് വരുന്നത്. 7.5 സെന്റില് 2850 സ്ക്വയർ ഫീറ്റില് 2850 സ്ക്വയർ ഫീറ്റില് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹോം തിയേറ്റർ ഉണ്ട്. നമുക്ക് താഴെ തന്നെ ഒരു കോമൺ ബാത്റൂം കിട്ടുന്നുണ്ട്. അതും കൂടാതെ മുകളിലായിട്ട് നമുക്ക് നല്ലൊരു ആറ്റിക് സ്പേസും കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കാം. ഞാൻ പറഞ്ഞു, കിഴക്കമ്പലം പോഞ്ഞാശ്ശേരി റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്നും വെറും 150 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫോ പാർക്ക്, കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 17, എയർപോർട്ടിലേക്ക് 23 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. നല്ലൊരു സ്കൂൾ നോക്കുവാണെങ്കിൽ ചാർട്ടർ സ്കൂളും കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളൊക്കെ വളരെ അടുത്താണ്. വെറും 3 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. എമർജൻസി ആയിട്ട് പെട്ടെന്നൊരു ഹോസ്പിറ്റലിലേക്ക് എത്തണമെങ്കിൽ സമരട്ടാൻ ഹോസ്പിറ്റലിലേക്ക് വെറും 3.2 കിലോമീറ്ററും രാജഗിരിയിലേക്ക് 10 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. മെയിൻ റോഡിലേക്ക് ഈസി ആയിട്ട് എത്താം. കടകളൊക്കെ അവിടെയാണ് നമുക്ക് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിത് വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഗേറ്റ് തുറന്നു നമ്മൾ നേരെ വരുന്ന സമയത്ത് മുറ്റം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺസ് വിരിച്ചിട്ട് ഗ്രാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നേരെ വരുമ്പോൾ കവേർഡ് ആയിട്ടുള്ള വലിയൊരു കാർ പോർച്ച് കിട്ടുന്നുണ്ട്. അതിന്റെ അണ്ടറിൽ സ്ട്രെയിറ്റ് ആയിട്ട് 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വളയ്ക്കോ തിരിക്കോ ഒന്നും ചെയ്യേണ്ട. സ്ട്രെയിറ്റ് ആയിട്ട് 2 വലിയ കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ബാക്കിയുള്ള കാറുകളുടെ പാർക്കിംഗ് സ്പേസ് കാണാൻ നിങ്ങൾ വന്നോളൂ. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ബാക്കിയുള്ള കാറുകൾ നമുക്ക് ഇങ്ങനെ നിരനിരയായി 1 by 1 ആയിട്ട് പാർക്ക് ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. കവേർഡ് പോർച്ചിന്റെ അണ്ടറിൽ 2 കാറുകൾക്കും ബാക്കിയുള്ള ഏകദേശം 4ഓളം കാറുകൾക്ക് നമ്മളിവിടെ ആക്ച്വലി കാറുകൾ ഇട്ട് നോക്കിയിട്ടുള്ളതാണ്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെയൊക്കെ വലിയ ഏരിയയാണ്, നല്ല വിഡ്ത്തോട് കൂടിയ വലിയ ഏരിയയാണ്. ഇവിടെ നിന്ന് നമുക്ക് കാർ ടേൺ ചെയ്ത് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ബാക്കിയുള്ള 4ഓളം കാറുകൾക്ക് പാർക്ക് ചെയ്യാം. ടോട്ടൽ 6 കാറുകൾക്കുള്ള പാർക്കിംഗ് ഫെസിലിറ്റി ഈ ഒരു വീട്ടിലുണ്ട്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് മതിലിന്റെ കോർണർ പോർഷൻ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടാണ് അവിടെ ഗ്രാസ് ഒക്കെ പിടിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു ഏരിയ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കെട്ടിയുണ്ടാക്കിയിട്ട് ഭംഗിയായിട്ടുള്ള ട്രീ വെച്ചിട്ടുണ്ട്. അതിന്റെ ചുവട്ടിലെല്ലാം തന്നെ ഒറിജിനൽ ആയിട്ടുള്ള ഗ്രാസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്.
അവിടെ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ കണ്ടിന്യൂ ചെയ്തു വരുമ്പോൾ വീടിന്റെ സൈഡ് എലിവേഷൻ ഒക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഭംഗിയായ ഡിസൈനുകളാണ് ബോളിലെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഭംഗിയായിട്ട് ഗ്രാസ് ഒക്കെ പിടിപ്പിച്ച് ഇവിടെയും നമുക്ക് ചെറിയൊരു ട്രീ ആണ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും എൻഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് എൻഡ് ചെയ്യുന്ന സ്ഥലത്തും ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു വർക്കുകളും ലോണെല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് വീടിന്റെ ഒരു ബാക്ക് സൈഡിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെയൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സെറ്റ് ബാക്ക് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടത്തെയൊക്കെ നിങ്ങൾക്ക് താഴെ നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ആയിട്ട് മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഏരിയ കണ്ടിന്യൂ ചെയ്ത് വരുന്ന സമയത്ത് നമുക്കിവിടെ വലിയൊരു വർക്ക് ഏരിയ സ്പേസ് ആണ് കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, യാതൊരു കൺജൻഷനും ഇല്ലാതെ വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഈ ഒരു ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് അലക്കുകല്ല് വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മളുടെ ആ ഒരു വർക്ക് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ മെയിൻ ഗേറ്റ് തുറന്നിട്ട് ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്കൊക്കെ വരുമ്പോൾ 2 കാറുകൾക്കുള്ള കാർ പോർച്ച് ഇവിടെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കിണർ വരുന്നത്. കിണറിന്റെ സ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. കിണർ നിങ്ങളൊന്ന് കണ്ടോളൂ, നല്ല രീതിയിൽ വളരെ ആഴത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ 3/4 ഭാഗത്തോളം അതിനകത്ത് നല്ല വെള്ളമുണ്ട്. ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ തന്നെയാണ്. ഈ ഒരു നല്ല വേനൽക്കാലത്ത് പോലും കിണർ നിറഞ്ഞു തന്നെയാണ് കിടക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഇവിടെയും നല്ല രീതിയിൽ സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് വർക്ക് ഏരിയയുടെ ഓപ്പോസിറ്റ് ഡോർ വരുന്നത്. നമുക്ക് ഗ്യാസ് സിലിണ്ടർ ഒക്കെ വെക്കാനായിട്ട് സെപ്പറേറ്റ് ഒരു കേജ് കൂടി ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് വർക്ക് ഏരിയ കൂടി ഒന്ന് കണ്ടിട്ട് പോകാം. വർക്ക് ഏരിയ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പോളി കാർബൺ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ട് 2 സൈഡിലും ഡോറുകൾ കൊടുത്തിട്ടുണ്ട്. വളരെ വലിയൊരു ഏരിയ തന്നെയാണ് വർക്ക് ഏരിയക്കായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഈ ഒരു പില്ലറും താഴെ ഫ്ലോറും നോക്കിയാൽ കാണാം, ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. ഒരു 3 ചെയറുകളൊക്കെ പ്ലേസ് ചെയ്യാനുള്ള അത്രയും സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ മരങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ തേക്കിലും ആഞ്ഞിലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറിൽ കാണുന്നതാണ് നല്ല വീതിയുള്ള കട്ടിളപ്പടിയിൽ ഭംഗിയുള്ള ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് വീടിന്റെ ദർശനം വരുന്നത്. വടക്കു ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. വീട് വാസ്തുപരമായിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുമ്പോൾ നമുക്ക് ഇതുപോലൊരു പാസേജ് ആണ് കിട്ടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ലിവിംഗ് സ്പേസിലേക്ക് പോകണമെങ്കിൽ ഈ ഒരു റൈറ്റ് ടേൺ എടുത്തിട്ടാണ് ലിവിംഗ് സ്പേസിലേക്ക് പോകുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു വിൻഡോ കിട്ടുന്നുണ്ട്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ ലിവിംഗ് റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വിൻഡോസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, 2 ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തൽക്കാലത്തേക്ക് ഇവിടെ കുറച്ച് ടേബിളും ചെയറുകളും ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആക്ച്വൽ ലിവിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഈ കാണുന്ന ബോളിലാണ് നമുക്ക് ടി വി ഒക്കെ വെക്കാനുള്ള അറേഞ്ച്മെന്റുകളെല്ലാം തന്നെ പ്ലഗ് പോയിന്റ് ആണെങ്കിലും കേബിൾ വരാനുള്ള ലൈനുകളും എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ നോക്കിക്കോളും, നല്ല ഭംഗിയായിട്ട് വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ എൻട്രി ചെയ്തത്. അവിടെയാണ് നമ്മൾ ലിവിംഗ് സ്പേസ് കണ്ടത്. ഇനിയിപ്പോ നമ്മൾ നേരെ വരുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലേക്കാണ്. വളരെ വലിയ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഉള്ളൊരു ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമുക്ക് ഈ ഒരു ഡൈനിങ് ഹാളിൽ വിൻഡോസ് വരുന്നത് ഇവിടെ 4 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ സ്വിച്ചസ് കേബിൾ ഒക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാൾ നോക്കുവാണെങ്കിൽ 10 പേരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് കിട്ടുന്നത്. ഇതിന്റെ അളവ് നോക്കുവാണെങ്കിൽ 14 അടി നീളവും 11 അടി വീതിയുമാണ് നമുക്ക് ഈ ഒരു ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. റൂഫുകളെല്ലാം തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും തന്നെ പ്രോപ്പർ ആയിട്ട് എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിൽക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ വാഷ് ഏരിയ നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷ് ഏരിയ വരുന്നത്. സെപ്പറേറ്റ് ഒരു ഏരിയയിൽ ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ടൈലൊക്കെ ഒട്ടിച്ച് ജഗ്വാറിന്റെയാണ് സാനിറ്ററി ഐറ്റംസും വാഷ് ബേസിനും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളറിലുള്ള ഗ്രാനൈറ്റ് പീസിലാണ് വെച്ചിരിക്കുന്നത്. താഴെയുള്ള ഭാഗത്തും മുകളിലും ഒക്കെ നല്ല രീതിയിൽ കബോർഡ് ഫെസിലിറ്റികൾ കൊടുത്തിട്ടാണ് വാഷിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നോക്കുവാണെങ്കിൽ സ്റ്റെപ്സ് ഒക്കെ വന്നിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽസ് ഒക്കെ വളരെ ഭംഗിയായിട്ടും സേഫ് ആയിട്ടുമാണ് കവർ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴേക്ക് വരുവാണെങ്കിൽ ഇവിടെ ആയിട്ടാണ് ഇൻവെർട്ടറിനുള്ള ലൈൻ എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ഡോറ് കാണാം. നമുക്ക് ഇവിടെ ഒരു കോമൺ ബാത്റൂം കിട്ടുന്നുണ്ട്. അതിനകത്തേക്കുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്ന ഡോറ്. താഴേക്ക് നമുക്ക് ഒരു പടി ഇറങ്ങുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. വെള്ളം ഒന്നും തെറിച്ച് പുറത്തേക്ക് വരാതിരിക്കാൻ ഹെൽപ്ഫുൾ ആണ്. ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് വളരെ അത്യാവശ്യമാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ അതിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ ഒരു കോമൺ ബാത്റൂം നമ്മൾ കണ്ടു. വീണ്ടും തിരിച്ച് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് വാഷ് ഏരിയയുടെ ഓപ്പോസിറ്റ് സൈഡിലുമാണ്. താഴെ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം നമുക്ക് കണ്ടു നോക്കാം. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്.
ഈ ഭാഗത്ത് 3 വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസും ഈ ഒരു ഭാഗത്തുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പ്ലെയിൻ ആയിട്ടാണ്, ആവശ്യമില്ലാത്ത യാതൊരു ലൈറ്റ് ഫിറ്റിംഗ്സോ കാര്യങ്ങളോ വർക്കുകളോ ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് വാർഡ്രോബുകൾക്കായിട്ടും ഡ്രസ്സിംഗ് ടേബിൾ വെക്കാനൊക്കെ ഈ ഒരു ഭാഗം യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ഓൾറെഡി ഞാൻ പറഞ്ഞു, ജാഗ്വാറിന്റെ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലാണ് ടൈലുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ബെഡ്റൂം കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ടാണ് 3 വിൻഡോസ് വീതം ചെയ്തിരിക്കുന്നത്. എല്ലാ റൂമുകളിലും ഫാൻ ഫെസിലിറ്റിയും ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമുകളിലും തന്നെ നമുക്ക് എയർ ഹോൾ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകളിലെ കളർ കോമ്പിനേഷൻസ് നോക്കുവാണെങ്കിൽ വൈറ്റ് ആൻഡ് ഗ്രേ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളിൽ നിന്നും വെള്ളം പുറത്തേക്ക് വരാത്ത രീതിയിൽ കുറച്ച് ഡെപ്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ 2 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിനി കിച്ചൺ ആണ് കാണേണ്ടത്. ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹാഫ് വുഡിലും മിഡിൽ പോർഷനിലും വന്നിട്ട് ഗ്ലാസും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കിച്ചണിന്റെ സ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്, വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് കിച്ചണിന്റെ സ്ഥാനം വരുന്നത്. നമുക്ക് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുക്കിംഗ് ചെയ്യാവുന്ന രീതിയിലാണ് അറേഞ്ച്മെന്റ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ ലൈറ്റ് ഗ്രേ കളറിലുള്ള ഒരു ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. കിച്ചന്റെ ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളർ ഗ്രാനൈറ്റിലാണ്. താഴെ കംപ്ലീറ്റ് ആയിട്ട് വുഡൻ കളറും ഡിസൈനും വരുന്ന കബോർഡുകൾക്ക് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തും നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിലാണ് കബോർഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. 3 വിൻഡോസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയും എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് തുറന്ന് നമ്മൾ വരുന്നത് സെക്കൻഡ് കിച്ചണിലേക്കാണ്. സെക്കൻഡ് കിച്ചണും നമ്മൾ കമ്പാരിറ്റീവ്ലി നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ കിച്ചൺ സ്ലാബുകൾ വന്നിട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. സിങ്കും പൈപ്പ് കണക്ഷനും ഇവിടെയാണ്. 2 വിൻഡോസ് ഇവിടെയും 3 വിൻഡോസ് അവിടെയുമാണ് കൊടുത്തിരിക്കുന്നത്. എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴെ മുഴുവനും കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. സെക്കൻഡ് കിച്ചന്റെ ഡോർ ഓപ്പൺ ചെയ്താൽ നമ്മൾ ഇറങ്ങുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. നമ്മൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിൽ തന്നെ വർക്ക് ഏരിയ കണ്ടതാണ്. സ്റ്റെപ്പ് കയറി നേരെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. വരുന്ന വഴിക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്തായിട്ട് ഫുഡ് ലാംപ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വരുന്ന സമയത്ത് മുകളിലേക്ക് പോകാനുള്ള വേറെ സ്റ്റെയർകേസ് നിങ്ങൾക്ക് കാണാം. മുകളിൽ ഞാൻ പറഞ്ഞു നല്ലൊരു ആറ്റിക് സ്പേസ് ഉണ്ട്. ഇതെല്ലാം നമുക്ക് കാണണം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. എന്നാൽ മാത്രമാണ് മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ എൻട്രി ചെയ്ത് നിൽക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ടോട്ടൽ നോക്കുവാണെങ്കിൽ 3ാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ എല്ലാം പാറ്റേൺ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12-11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തും ഇവിടെയുമായിട്ട് 3 വിൻഡോസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയും എയർ ഹോൾസ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ബാത്റൂമിനകത്തെ ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രേ ആൻഡ് ചെറിയ ലൈറ്റ് ഒരു ബ്രൗൺ കളർ കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ട 3 ബാത്റൂമുകൾ നോക്കിയാൽ കാണാൻ നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 3ാമത്തെ ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെയായിട്ട് നമുക്ക് ചെറിയൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അവിടെ നമുക്കൊരു വാഷ് ബേസിൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജാഗ്വാറിന്റെയാണ് സിസ്റ്റം വെച്ചിരിക്കുന്നത്. സറൗണ്ടിങ് ഏരിയാസ് എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭംഗിയായിട്ടുള്ള ടൈലാണ് ഒട്ടിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ അപ്പർ ലിവിംഗ് സ്പേസിലാണ്. വളരെ വലിയ ഒരു ഹാള് തന്നെയാണ് നമുക്ക് അപ്പർ ലിവിംഗിനായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, എത്ര വലിയ വിഡ്ത്തും എത്ര ലെങ്ത്തും ഉള്ള വലിയൊരു ഹാളാണ് അപ്പർ ലിവിംഗിനായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസും ബാക്കിയുള്ള 2 വിൻഡോസ് ഇവിടെയായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് ഈ ഒരു വോളിൽ ഏത് വോള് വേണമെങ്കിലും നമ്മളുടെ കൺവീനിയന്റ് അനുസരിച്ച് നമുക്ക് TV വെക്കാനായിട്ട് ബാക്കിയുള്ള അറേഞ്ച്മെന്റിനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എല്ലായിടത്തും തന്നെ ഫാൻ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 3ാമത്തെ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. നമുക്കിനി ഫൈനലി ഇവിടുത്തെ 4ാമത്തെ ബെഡ്റൂം കാണാനുണ്ട്. 4ാമത്തെ ബെഡ്റൂമിൽ നിൽക്കുന്ന സമയത്ത് 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് കിട്ടുന്നത്. ബെഡ്റൂം സൈസ് നോക്കുവാണെങ്കിൽ 12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് 4ാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടെയും ഫാൻ ഫിറ്റിങ്ങും എയർ ഹോൾസും എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ബെഡ്റൂമുകളിലെ പോലെ ഡോറിന്റെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ആയിട്ട് കുറച്ച് സ്പേസ് കിട്ടുന്നുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇടാവുന്നതാണ്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകളുടെ കളർ കോമ്പിനേഷൻ നോക്കുവാണെങ്കിൽ
ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. 4 ബാത്റൂമുകളും അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജഗ്വാറിന്റെ തന്നെയാണ് എല്ലായിടത്തും ഫിറ്റിംഗ്സും യൂസ് ചെയ്തിരിക്കുന്നത്. 4 ബെഡ്റൂമുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. നമുക്കിത് ഫൈനലി കാണാനുള്ളത് ഇവിടുത്തെ ഹോം തിയേറ്റർ റൂമാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഹോം തിയേറ്റർ റൂമിനുള്ള അറേഞ്ച്മെന്റ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു റൂം തന്നെയാണ് അതിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഫ്ലോർ ഒക്കെ നോക്കിയാൽ കാണാം, വുഡൻ ടൈപ്പ് ഓഫ് ആ ഒരു കളർ തോന്നിക്കുന്ന ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 4 വിൻഡോസ് ആ ഒരു ഭാഗത്താണ്. എയർ ഹോൾസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ടാണ് ഈ ഒരു റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെയാണ് ഹോം തിയേറ്ററിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാവുന്നത്. നമുക്ക് ഇവിടുത്തെ ബാൽക്കണി സ്പേസ് ആണ് ഇനി കാണാനുള്ളത്. ഈ ഒരു ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വലിയൊരു ഏരിയ ആണ് ബാൽക്കണിക്കായിട്ട് കിട്ടുന്നത്. കവേർഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. അവിടെ ആ സെയിം ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് വലിയൊരു ഓപ്പൺ ബാൽക്കണിയാണ് നമുക്ക് കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലുള്ള ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ട് സേഫ് ആയിട്ടാണ് ഈ ഒരു ഓപ്പൺ ടെറസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കുട്ടികളുടെ ഡ്രസ്സുകളൊക്കെ അത്യാവശ്യം ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാനും എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഉണക്കിയെടുക്കാനും കുറച്ച് സൺലൈറ്റിന്റെ ആവശ്യത്തിനൊക്കെ നമുക്ക് ഈ ഒരു ഓപ്പൺ ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. മോർണിംഗ് ടൈമിലൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നൊരു ടീ ഒക്കെ കഴിച്ചുകൊണ്ടുവന്ന ദൂരേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ചുറ്റിനും കാണുന്നത്. എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. സാധാരണ വീടുകളിൽ നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസ് നോർമൽ ടെറസിലേക്കുള്ളതാണ്. നമുക്ക് ഇവിടെ നല്ലൊരു ആറ്റിക് സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മളിപ്പോ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലെ ടെറസിലാണ് എത്തി നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾക്ക് ഈ ഒരു ആറ്റിക് സ്പേസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ കംപ്ലീറ്റ് ആയിട്ട് ഭംഗിയുള്ള ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ നന്നായിട്ട് കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നിങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഫാമിലി ഗെറ്റ് ടുഗദേഴ്സ് ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പേര് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാവുന്ന നല്ലൊരു സ്പേസ് തന്നെയാണ് ഈ ഒരു ആറ്റിക് സ്പേസിൽ നമുക്ക് കിട്ടുന്നത്. പ്രോപ്പർ ആയിട്ട് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ സൈഡുകളിലും ആവശ്യത്തിനുള്ള വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് നമ്മുടെ വാട്ടർ ടാങ്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ഡോറ് കൂടി കിട്ടുന്നുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെയും നമുക്ക് നല്ലൊരു ചെറിയൊരു ബാൽക്കണി സ്പേസ് പോലെ കിട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ നിൽക്കുവാണെങ്കിൽ പുറത്തേക്ക് അത്യാവശ്യം നമുക്ക് കാണാനൊക്കെ ആയിട്ട് ഭംഗിയുള്ള റോഡും കാഴ്ചകളും ഒക്കെയാണ് ഉള്ളത്. എന്തുകൊണ്ടും വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ആറ്റിക് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭംഗിയുള്ള വീടിന്റെ എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കിഴക്കമ്പലത്താണ്. കിഴക്കമ്പലം പോഞ്ഞാശ്ശേരി റൂട്ടിൽ നമുക്ക് 150 മീറ്റർ മാത്രമാണ് കിഴക്കമ്പലം പോഞ്ഞാശ്ശേരി ഹൈവേയിൽ നിന്നുള്ള ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്. 150 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആയിട്ടുള്ള ആക്സസ് ആണ്. നിങ്ങളത് ദൂരങ്ങളൊന്നും കേട്ടില്ല എങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പോയി നോക്കിയാൽ ഇവിടെ നിന്ന് മെയിൻ ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരവും ഹോസ്പിറ്റലുകളും സ്കൂളുകളുടെ എല്ലാം ഡിസ്റ്റൻസ് നമ്മൾ പറയുന്നുണ്ട്. വീടിന്റെ ഡീറ്റെയിൽസ് നോക്കുവാണെങ്കിൽ 7.5 സെന്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 2850 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളാണ് ഈ കാണുന്ന വീടിനുള്ളത്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 7.5 സെന്റിൽ 2850 സ്ക്വയർ ഫീറ്റിലാണ് വീട് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളുണ്ട്. താഴെ നമുക്ക് വളരെ വലിയൊരു വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. മുകളിൽ ഒരു ഹോം തിയേറ്റർ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഏറ്റവും മുകളിൽ ടെറസിന്റെ അവിടെ നമുക്ക് നല്ലൊരു ആറ്റിക് സ്പേസ് കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 6 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു വീട്ടിൽ കിട്ടുന്നുണ്ട്. ഒരിക്കലും പറ്റാത്ത എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം നല്ല വേനലുള്ള സമയമാണ്. കിണർ നിറഞ്ഞാണ് കിടക്കുന്നത്. നല്ല വാട്ടറാണ്, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ് കാണാൻ പറ്റുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. റോഡിന് വളരെ അടുത്താണ്. ഈ കാണുന്ന വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 1,40,00,000 രൂപയാണ്. 1.40 CR എന്നുള്ള ഇതിന്റെ പ്രൈസ് മാർബിൾ ഹോംസ് വഴി വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ വാങ്ങിച്ചു തരുന്നതായിരിക്കും. വീടിന് ലോൺ ഫെസിലിറ്റി ലഭ്യമാണ്. വീട് ഇഷ്ടമായെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലെ മനോഹരമായ വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.